കോഴിക്കോട് വിവിധയിടങ്ങളിൽ കടലേറ്റം രൂക്ഷം. കോനാട് ബീച്ച്, സൗത്ത് ബീച്ച് എന്നിവിടങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. സൗത്ത് ബീച്ചിൽ നടപ്പാതയുടെ ഒരു ഭാഗം വീണ്ടും തകർന്നു. വിവരങ്ങളുമായി ചേരുന്നത് മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന്. മിഥില, പല വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്? ക്രിസ്റ്റീന, കോനാട് ബീച്ച് ഭാഗത്താണ് ഇപ്പോൾ കടൽക്ഷോഭം അതിരൂക്ഷമായി തുടരുന്നത്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. 60ഓളം വീടുകളാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടൽക്ഷോഭ ഭീഷണി നേരിടുന്നത്. ഇവിടെയൊന്നും തന്നെ ഇപ്പോൾ ആളുകളില്ല. കടൽക്ഷോഭം രൂക്ഷമായതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഈ വീടുകളിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വീടാണ്. ഈ വീടിന്റെ ഉള്ളിലേക്ക് മുഴുവൻ വെള്ളം ഇന്ന് രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വെള്ളം വലിയ രീതിയിൽ അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ഈ വീടിന്റെ ഉൾഭാഗത്തെല്ലാം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇതൊരു ഒരാൾ താമസിക്കുന്ന ഒരു വീടാണ്. ഈ വീടിന്റെ ഉൾവശത്തെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം അടിച്ചു കയറി. വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളിവിടെ വന്ന സമയത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങളെ വീടാണോ അത്? എങ്ങനെയാണ്, എത്ര മണി മുതലാണ് കടൽക്ഷോഭം ഇങ്ങനെ വന്നത്? 8 മണി, രാവിലെ 8 മണി മുതൽ കടൽക്ഷോഭം വന്നത്. വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ സാധനങ്ങളൊക്കെ തിരയാണ്. കടൽ വന്നിട്ട് എൻ്റെ ഒരുവിധ സാധനമൊന്നും കാണുന്നില്ല. അങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഇപ്പം നിങ്ങൾ വന്നത്. വലിയ രീതിയിൽ വെള്ളം കയറി കട്ടിലിതാ കടക്കുക, എല്ലാം നനഞ്ഞെടുക്കുക. ലെയർ ഇനിയൊന്നുമില്ല നനയാത്ത്. സാധാരണ ഈ ഭാഗത്ത് കടൽക്ഷോഭം ഉണ്ടാവുന്നതാണോ? സാധാരണ ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇത്രത്തോളം ഇതായിട്ടില്ല. ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതായത്. ഞാനിപ്പോൾ എൻ്റെ സാധനങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഡ്രസ്സും അല്ലാതെ വേറൊരു സാധനം കാണില്ല. ഇപ്പൊ തെരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചേട്ടന്റെ വീടാണ്. രാവിലെ 8 മണി മുതൽ തന്നെ ഈ ഭാഗങ്ങളിൽ കടൽക്ഷോഭമുണ്ട്. കടൽ ഈ വീട്ടിനുള്ളിലേക്ക് തിരമാല ഈ വീടിനുള്ളിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. കട്ടിൽ ഉൾപ്പെടെയുള്ള എല്ലാ വീട്ടു സാധനങ്ങളും തകർന്നിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ്. അതെല്ലാം എവിടെയാണ്, എന്താണൊന്നും കാണുന്നില്ല. അതെല്ലാം പരിശോധിക്കുകയാണ്. ഇത്തരത്തിൽ 60ഓളം വീടുകൾ ഈ ഭാഗങ്ങളിൽ കടലാക്രമണ ഭീഷണി നേരിടുന്നതാണ്. നമുക്കിപ്പോൾ കാണാൻ കടൽഭിത്തി നന്നേ ഉയരം കുറവാണ്. ഇവിടെ കടൽഭിത്തിയുടെ ഉയരം കൂട്ടണമെന്ന ആവശ്യം ഈ പ്രദേശത്തുകാർ നിരന്തരം മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ ആളുകളെല്ലാം തന്നെ ജനപ്രതിനിധികൾ ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രശ്നത്തിന് മാത്രം ഇതുവരെ പരിഹാരം ആയിട്ടില്ല. വീട് എവിടെയാ? എങ്ങനെ കടലാക്രമണം എങ്ങനെയാണ് രാവിലെ മുതൽ? 8-8:30 തുടങ്ങിയതാണ്. പിന്നെ നിന്നില്ല. വീടിന്റെ ചുറ്റുഭാഗത്ത് വള്ളങ്ങളാണ്. രാത്രിയാണ് ഉറങ്ങാൻ പറ്റില്ല. കട്ടിലെല്ലാം കുലുങ്ങാം. വീട് വീഴുമെന്നുള്ള പേടി ഇല്ലായിട്ട് ഭയങ്കര അടുത്തുപോയി. ഓരോ കൊല്ലം തോറും അടുത്ത് വരുന്നു. ഇനി അടുത്ത കൊല്ലം ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കും നമുക്കെല്ലാം. വീട്ടിനുള്ളിൽ വിള്ളലെല്ലാം വരാണ്. ഇതെല്ലാം അടന്നു പോകുന്നുണ്ട്. ഇവിടെ മാറ്റാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ നിന്നും? ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ കടൽക്ഷോഭം ഉണ്ടാവുമ്പോൾ ജനപ്രതിനിധികൾ ആരെങ്കിലും വന്നായിരുന്നോ? വന്നിട്ട് അവര് പറഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഫിഷറീസിൽ പോയിട്ട് നിൽക്കാം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു പോയി. വരാൻ അവര് വരുന്നുണ്ട്, പോകുന്നുണ്ട്, പറഞ്ഞു പോകും തന്നെ. ഇതാണ് ക്രിസ്റ്റീന ഇവിടുത്തെ പ്രശ്നം. എല്ലാ കാലത്തും ഇത്തരത്തിൽ കടൽക്ഷോഭം ഇവിടെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണ ഇത്തിരി രൂക്ഷമാണ് എന്നിവർ പറയുന്നു. അധികാരികളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്താറുണ്ട്. ഇതെല്ലാം കണ്ടുപോവുക എന്നല്ലാതെ കടൽഭിത്തിക്ക് ഉയരം കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള പരിഹാര നടപടികളിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് മിഥില ബാലനാണ്.